US നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി കുവൈറ്റിലെയും ബഹ്റിനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ. രാജ്യത്ത് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികാരികൾ നൽകുന്ന കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങളും പാലിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം തുടരുന്നത്. ഇറാനിലുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ യുവസൈന്യം തിരിച്ചടിയായി 10ാം രാത്രിയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ടുള്ള നടപടിയായിരുന്നു. കുവൈത്ത് ലക്ഷ്യമാക്കിയാണ് വീണ്ടും ഇറാന്റെ ഡ്രോണുകൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയുണ്ടായ ആക്രമണങ്ങളെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സേന വിജയകരമായി തന്നെ പ്രതിരോധിച്ചതായും സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. അദ്ലി അതിർത്തി ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിറകെ പുലർച്ചെയും കുവൈത്തിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. രാജ്യത്ത് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികാരികൾ നൽകുന്ന കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങളും പാലിക്കണമെന്നാണ് സൈന്യം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും നടത്തുന്ന തുടർച്ചയായ ഈ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനവും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയുമാണെന്നാണ് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിച്ചത്. ഈ ഡ്രോൺ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും UN രക്ഷാ സമിതി പ്രമേയങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക സമാധാനത്തിന് മേലുള്ള ഈ ന്യായീകരിക്കാനാവാത്ത ശത്രുപരമായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടാണ് കുവൈത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ 51ാം അനുച്ഛേദ പ്രകാരം സ്വയം പ്രതിരോധത്തിനുള്ള പൂർണ്ണവും നിയമാനുസൃതവുമായ അവകാശം തകർക്കുന്നുണ്ടെന്ന് കുവൈത്ത് വ്യക്തമാക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം, ഭൂപ്രദേശം, ദേശീയ ശേഷി എന്നിവ സംരക്ഷിക്കുന്നതിനും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാവിധ മുൻകരുതൽ നടപടികളും ശക്തമായി സ്വീകരിക്കുമെന്നാണ് മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.